14. I is equal to integral 1 to 2 dx divided by 2x cube minus 9x square plus 12x plus 4. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സാധാരണ JEE അഡ്വാൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, JEE അഡ്വാൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രൽ വന്നിട്ട് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ചോദിച്ചിട്ട് അതിൻ്റെ ലിമിറ്റൊക്കെ ചോദിച്ചാൽ ഓക്കെ, ആദ്യം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ 1/√2x³ മൈനസ് 9x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 4 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനാണത്. അതെന്തുട്ട് ഈ ഫംഗ്ഷൻ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. 1/√2x³ മൈനസ് 9x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 4 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഈ സംഭവം എടുക്കാം. 2x³ മൈനസ് 9x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 4. ഇതിൻ്റെ ബിഹേവിയർ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? 1 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇതെന്താണ് ഇതിൻ്റെ സീൻ നോക്കാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് എഫ് എന്ന് വിളിച്ചാൽ എഫ് ഡാഷ് എന്തായിരിക്കും? 6x സ്ക്വയർ മൈനസ് 18x പ്ലസ് 12 ആണ്. സോ ദിസ് ഇസ് 6 into x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ്. ദിസ് ഇസ് 6 into x മൈനസ് 1 into x മൈനസ് 2 ആണ്. 1 to 2 എന്താ സംഭവിക്കുന്നത്? 1നും 2നും ഇടയിലുള്ള ഒരു നമ്പർ കൊടുത്താൽ ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിൽ റൂട്ടിനുള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ എന്താണ്? ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അതാദ്യം മനസ്സിലാക്കുക. ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ 1/√നുള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ റൂട്ട് ഓവർ ദിസ് ക്വാണ്ടിറ്റി അതെന്തായിരിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ. ഒരു സാധനം കുറയാണ്, അപ്പോൾ റൂട്ട് ഓവർ ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക? കുറഞ്ഞ് വരികയാണ്. എന്നിട്ട് റെസിപ്രോക്കൽ എടുത്താൽ എന്താ സംഭവിക്കാൻ പോണേ? അപ്പോൾ ഇഫ് ഐ കോൾ ദിസ് g of x as 1/√2x³ മൈനസ് 9x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 4 ഇങ്ങനെ വിളിച്ചാൽ g എന്ന് പറഞ്ഞ സാധനം എന്താണ്? തന്നിരിക്കുന്ന ഇൻ്റർവെൽ 1 to 2 ഇൻ്റർവെൽ എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതായത് 1 to 2 ഇൻ്റർവെല്ലിൽ നമ്മുടെ g of x will lie between g of 1 and g of 2. 1 to 2 interval g of x will lie between g of 1 and g of 2. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന i എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. ഏത് ഇൻ്റഗ്രൽ g of x 1 to 2 ആണ്. അപ്പോൾ ഒരു ഇനീക്വാളിറ്റി തന്നാൽ ഇനീക്വാളിറ്റിയുടെ എല്ലാ സൈഡിലും നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാൻ പറ്റും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കരുത് കേട്ടോ. ഒരു ഇനീക്വാളിറ്റിയുടെ അപ്പുറവും ഇപ്പുറവും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാൻ പാടില്ല. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലിമിറ്റ്സ് എടുക്കാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാൻ പോയി ഞാൻ. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 g of 1 dx ലെസ് ദാൻ ഇൻ്റഗ്രൽ 1 to 2 g of x dx ലെസ് ദാൻ ഇൻ്റഗ്രൽ 1 to 2 g of 2 dx. Integral 1 to 2 g of 1 dx less than integral 1 to 2 g of x dx less than integral 1 to 2 g of 2 dx. അപ്പോൾ ഇതിനെയാണ് നമ്മൾ i എന്ന് വിളിച്ചത്. ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ i എന്ന് വിളിച്ചത്. അപ്പോൾ i is between two quantities ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം g of 1 എന്താ, g of 2 എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. What is g of 1? What is g of 2? What is g of 1? What is g of 2? g of 1 എന്താ, g of 2 എന്താ?
എക്സിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 16 1/9, അപ്പോൾ 1/3. 2 കൊടുക്കുമ്പോൾ 16 16 24 44 മൈനസ് 16 1/√8 1/2√2 അല്ലേ? 1/2√2 ഈ സ്റ്റെപ്പ് വരെ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മുടെ ഇൻ്റഗ്രൽ 1 to 2 gx dx ലൈസ് ബിറ്റ്വീൻ, അഥവാ I lies between integral 1 to 2 1/3 dx integral 1 to 2 1/2√2 dx. അഥവാ I lies between 1/3 and 1/2√2. I അല്ല ചോദിച്ചിരിക്കുന്നത് I സ്ക്വയർ ആണ്. അപ്പോൾ I സ്ക്വയർ ലൈസ് ബിറ്റ്വീൻ 1/9 and 1/8. ഓക്കെ, ഇത് അത്യാവശ്യം ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്. ഇവിടെ പക്ഷേ എന്താണ് സുഖം എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ എടുത്ത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അഡ്വാൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യും, 2 ഫംഗ്ഷനുകൾ തന്നെ കമ്പയർ ചെയ്തിട്ട് ഉള്ള ആൻസറൊക്കെ വരുന്ന രീതിയിലൊക്കെ വരായിരിക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/9 to 1/8 ആൻസർ ഇല്ലേ നോക്കിയേ. യെസ്, സി ഈസ് ദി ആൻസർ.